ഹലോ മക്കളെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാനൂഫ്. മക്കളെടാ, നമ്മുടെ SSLC മാത്സിൽ ടാൻജൻസ്, അതായത് തൊടുവരകൾ എന്ന ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് 4 മാർക്കിനോ അല്ലെങ്കിൽ 5 മാർക്കിനോ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബോർഡിൽ കാണുന്ന ചോദ്യമാണത്. ഞാൻ ചോദ്യം ഒന്ന് വായിച്ചുതരാം. ഇത് നമുക്ക് മോഡൽ എക്സാമിന് വന്നിട്ടുള്ള ചോദ്യമാണ്. സമാനമായ രീതിയിൽ ചെറുതായിട്ട് വാല്യൂസ് മാത്രം മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് ഇനിയും ഈ ചോദ്യം റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ സംഭവം. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെന്റിമീറ്റേഴ്സ്. മക്കളോട് ഇവിടെ എന്താ പറഞ്ഞത്? 3 സെന്റിമീറ്റർ റേഡിയസ്, അതായത് ആരമുള്ള ഒരു സർക്കിൾ ആദ്യം വരയ്ക്കണം അല്ലേ. അതിനുശേഷം മാർക്ക് എ പോയിന്റ് പി. നിങ്ങളോട് പി എന്ന ഒരു പോയിന്റ് അടയാളപ്പെടുത്താനാണ് പറഞ്ഞത്. അത് സർക്കിളിന്റെ അകത്തോ സർക്കിളിന്റെ മേലെയോ എവിടെയല്ല, പകരം എവിടെയാ? 7.5 സെന്റിമീറ്റേഴ്സ് എവേ ഫ്രം ദ സെന്റർ. ഈ സർക്കിളിന്റെ സെന്റർ ഉണ്ടല്ലടാ, കേന്ദ്രം, അവിടെ നിന്നാണല്ലോ നമ്മൾ കോമ്പസ് ഉപയോഗിച്ചിട്ട് ഈ ഒരു 3 സെന്റിമീറ്റർ ആരത്തിൽ സർക്കിൾ വരയ്ക്കുന്നത്. ആ സെന്ററിന് 7.5 സെന്റിമീറ്റർ ദൂരേക്ക് എന്ത് ചെയ്യുക? ഒരു പോയിന്റ് അടയാളപ്പെടുത്താനാണ് പറഞ്ഞത്. ആ പോയിന്റിന് നിങ്ങൾ പി എന്ന് മാർക്ക് ചെയ്യാനാണ് പറഞ്ഞത്. ഇനി നിങ്ങളോട് എന്താ പറഞ്ഞത്? ഡ്രോ ടാൻജൻസ് ഫ്രം ദ പോയിന്റ് പി ടു ദ സർക്കിൾ. അതായത് ആ പി എന്നുള്ള ആ പോയിന്റിലെ ആ പോയിന്റിൽ നിന്ന് 2 ടാൻജൻസുകൾ നിങ്ങൾ വരയ്ക്കണം. ഓക്കെ, ആ ടാൻജൻസ് എന്തിലേക്ക്? നമ്മുടെ ആദ്യം വരച്ച സർക്കിളിൻ്റെടാ, ആ സർക്കിളിലേക്ക് ഇങ്ങനെ ടച്ച് ചെയ്ത് പോകുന്ന ടാൻജൻസുകളായിരിക്കണം, അതായത് തൊടുവരകളായിരിക്കണം. ഇതാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് വരയ്ക്കാവുന്ന ഒരു സാധനമാണ്. ഇതിന് നമുക്ക് വേണ്ടത് കോമ്പസ് വേണം, അതേപോലെ തന്നെ സ്കെയിൽ വേണം, പ്രൊട്രാക്ടർ വേണം, പെൻസിൽ വേണം. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിൽ ഈ കോമ്പസ് മച്ചാൻ ഇല്ലാത്തതുകൊണ്ട്, കൊളംബസ് ഏട്ടൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം റഫായിട്ടാണ് വരയ്ക്കുന്നത്. മക്കൾ ഈ സ്കെയിലും കോമ്പസും പെൻസിലും പ്രൊട്രാക്ടറൊക്കെ ഉപയോഗിച്ചിട്ട് കറക്റ്റായിട്ട് വരയ്ക്കേണ്ട. പ്രൊട്രാക്ടർ വേണ്ട, കോമ്പസും സ്കെയിലും പെൻസിലൊക്കെ ഉപയോഗിച്ചിട്ട് കറക്റ്റായിട്ട് വരയ്ക്കാം. ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് ആ പരിപാടി തുടങ്ങാം കേട്ടോ. അറിയാലോ, 3 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു സർക്കിൾ വരച്ചു. ഇനി എന്താ നമ്മളോട് പറഞ്ഞത്? ഈ സർക്കിളിന്റെ സെന്റർ അല്ലേ, സെന്റർ ഞാൻ അടയാളപ്പെടുത്താണ്, ഏകദേശം അടയാളപ്പെടുത്തിയിട്ടുള്ളൂ. നിങ്ങൾക്ക് എന്തായാലും കോമ്പസ് വെച്ച് വരയ്ക്കുമ്പോൾ സർക്കിൾ കറക്റ്റ് സെന്റർ കിട്ടുമല്ലോ. അപ്പോൾ സെന്ററിന് തൽക്കാലം ഞാൻ O എന്ന് മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ സെന്ററിന് മക്കളോട് എന്താ പറഞ്ഞത്? 7.5 സെന്റിമീറ്റർ ദൂരെ പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബിന്ദു അടയാളപ്പെടുത്താനല്ലേ. നമുക്ക് എന്ത് വിചാരിച്ചാൽ ഈ സെന്ററിന് ആദ്യം സർക്കിളിന് റേഡിയസ് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഈ റേഡിയസ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായി? 3 സെന്റിമീറ്റർ അല്ലേ. റേഡിയസിന്റെ അളവ് വേണമെങ്കിൽ ഇത് എഴുതാം. എത്രയാ? 3 സെന്റിമീറ്റർ അല്ലേ. അപ്പം 3 സെന്റിമീറ്റർ റേഡിയസോട് കൂടിയിട്ടുള്ള ഒരു സർക്കിൾ നമ്മൾ വരച്ചു. ഇപ്പം തന്നെ നമുക്ക് ഒരു മാർക്കോളം കിട്ടി അല്ലേ, അല്ലെങ്കിൽ ചിലപ്പോൾ പകുതി മാർക്ക് വരെ കിട്ടാൻ സാധ്യതയുണ്ട്. ഈ മക്കളോട് എന്താ പറഞ്ഞത്? ഈ സെന്ററിന്, അതായത് ഇപ്പോൾ നമ്മൾ O എന്ന് അടയാളപ്പെടുത്തിയ ഈ സെന്ററിന് 7.5 സെന്റിമീറ്റർ ദൂരേക്ക് നമ്മൾ എന്ത് ചെയ്യണം? അകലെ ഒരു പി എന്ന ബിന്ദു അടയാളപ്പെടുത്താനല്ലേ നമ്മളോട് ചോദ്യത്തിൽ പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാച്ചാൽ ഇത് ഓൾറെഡി 3 സെന്റിമീറ്റർ അല്ലേ. അപ്പോൾ ഇനി 7.5ലേക്ക് നമുക്ക് എത്ര കൂടി വേണം? 4.5 കൂടി വേണ്ടേ. അപ്പം നമ്മൾ സ്കെയിൽ എടുക്കണം. ഓക്കെ, ഞാനിവിടെ സ്കെയിൽ നിൽക്കില്ല, റഫായിട്ടാണ് വരയ്ക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക? സ്കെയിൽ എടുത്തിട്ട് ഇതാ ഇവിടെ മുതൽ 7.5 വരെയുള്ള ഒരു ലെങ്ത് എടുക്കുക. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഭാഗം വരെ 3 എടുത്തിട്ടുണ്ട് അല്ലേ. ഇനി ഏകദേശം ഒരു 4.5 എടുത്താൽ 7 ആവൂലേ. അപ്പൊ ഞാനൊരു ഏകദേശം വരച്ചിട്ടുള്ളൂ. അപ്പൊ ഇതാണെന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ ഈ ബിന്ദുവിന്, ഇവിടെയാണല്ലോ ബിന്ദു അല്ലേ, ഇവിടെ നമ്മൾ പി എന്ന് അടയാളപ്പെടുത്തി. അപ്പൊ നമ്മുടെ അടുത്ത പണി കഴിഞ്ഞു അല്ലേ. ഇനി നമ്മളോട് പറഞ്ഞെന്താ? ഈ പിയിൽ നിന്ന് ഈ സർക്കിളിലേക്ക് ടാൻജൻസ് വരയ്ക്കാനല്ലേ. അപ്പോൾ അത് ഡയറക്റ്റ് ആയിട്ട് വരച്ചാൽ കറക്റ്റ് ടാൻജന്റ് ആവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇനി കുറച്ച് പണിയുണ്ട്. ഇപ്പം നമ്മൾ ഈ വരച്ചിട്ടുള്ള ലൈന് OP എന്ന് പറഞ്ഞിട്ടുള്ള ഈ ലൈൻ്റെ ലെങ്ത് 7.5 അല്ലേ. അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയും, അതായത് ലംബ സമഭാജി അല്ലേ, അതെടുക്കണം. അതെടുക്കണമെങ്കിൽ നമുക്ക് കോമ്പസ് വേണം. നമുക്കറിയാം ഈ OPയുടെ ലംബ സമഭാജി കറക്റ്റ് സെൻറ്ററിലൂടെ പോകുന്ന ഭാഗമല്ലേ, ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഇതിൻ്റെ കോമ്പസിൽ ഇതിൻ്റെ പകുതിയിൽ കൂടുതൽ എടുക്കുക. എന്നിട്ട് ഇവിടുന്ന് വെട്ടുന്നു, അത് കഴിഞ്ഞിട്ട് ഈ പിയിൽ പോകുന്നു, ഇവിടുന്ന് വെട്ടുന്നു അല്ലേ. അപ്പോൾ ഇത്രയും പണിയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം റഫായിട്ട് അങ്ങോട്ട് വെട്ടാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഇവിടെ നിന്ന് ഒരു വെട്ട് വെട്ടാൻ പോവാണ്, അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഒരു വെട്ട് വെട്ടാൻ പോവാണ്, അതേപോലെ തന്നെ ഇവിടെ നിന്ന് പോയിട്ട് പകുതി കൂടുതൽ അതേ അളവിൽ തന്നെ എടുക്കുന്നു, അതേ അളവിൽ എടുത്തിട്ട് ഇവിടുന്ന് ഒരു വെട്ട് വെട്ടുന്നു, ഇവിടെ നിന്നും ഒരു വെട്ട് വെട്ടുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയില്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതുകൊണ്ട് ജോയിൻ ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് ജോയിൻ ചെയ്യാം. ഈ നേരെ എന്ത് ചെയ്യുന്നു? ഇതിലേക്ക് അങ്ങോട്ട് വരയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതുപോലത്തെ ഒരു സാധനം കിട്ടും. നിങ്ങൾക്ക് കറക്റ്റാണ് കിട്ടുക. ഇപ്പുറത്തേക്കും കറക്റ്റ് പകുതി കിട്ടും, ഇപ്പുറത്തേക്കും കറക്റ്റ് കിട്ടും. ഞാൻ വരച്ചതിൽ ചെറിയ തെറ്റുണ്ട്, പക്ഷെ അത് നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ കറക്റ്റ് നോക്കിയാൽ കറക്റ്റ് സാധനം കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കറക്റ്റ് രണ്ടും കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ് ഇല്ലടാ, ഇതാണല്ലോ ഈ ലൈൻ്റെ സെൻറ്റർ. അതാണല്ലോ ഇപ്പോൾ നമ്മൾ വരച്ചത്, പെർപെൻഡിക്കുലർ ബൈസെക്ടർ അല്ലെങ്കിൽ ലംബ സമഭാജി. ഇവിടെ നിന്ന് നമ്മൾ എന്ത് വിചാരിച്ചാൽ ഒന്നുകിൽ ഇവിടേക്ക് കോമ്പസ് എടുക്കുക, അല്ലെങ്കിൽ ഇവിടേക്ക് കോമ്പസ് എടുക്കുക. രണ്ടായാലും സെയിം അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കറക്റ്റ് കോമ്പസ് എടുക്കുന്നു, അല്ലെങ്കിൽ ഇവിടേക്ക് കോമ്പസ് എടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? കറക്റ്റായിട്ട് ഒരു സർക്കിൾ അങ്ങോട്ട് വരയ്ക്കാൻ പാടില്ല. അപ്പോൾ ഇവിടെയും ടച്ച് ചെയ്യുന്ന ഒരു സർക്കിളല്ലേ നമുക്ക് കിട്ടുക. അപ്പോൾ ആ സർക്കിൾ നിങ്ങളിങ്ങനെ വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ടൊരു സർക്കിൾ കിട്ടും. അപ്പോൾ തൽക്കാലം എനിക്ക് അങ്ങനെ സർക്കിൾ വരയ്ക്കാൻ ഇപ്പോൾ കൈകൊണ്ട് വരയ്ക്കാൻ കഴിയില്ല. അതുകൊണ്ട് തൽക്കാലം ഞാൻ എന്ത് വിചാരിച്ചാൽ ഒരു സർക്കിളിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്? ഇവിടെ വരച്ച് തരാണ് കേട്ടോ. സോ നോക്കിക്കോ, അവിടെ ഏകദേശം ഓക്കെ രണ്ടും ടച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു സർക്കിൾ വരച്ചിരിക്കുകയാണ്.
സോ ഇതുപോലൊരു സാധനം മക്കൾക്ക് എന്ത് ചെയ്യും കിട്ടും. ഓക്കെ, അപ്പോൾ ഇതുപോലൊരു സർക്കിൾ കിട്ടും. ഇനി നമുക്ക് കാര്യങ്ങൾ എളുപ്പമായി. ഇവിടെ രണ്ട് സർക്കിളും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലേ മക്കള്, അതേപോലെ ഇവിടെയും ഈ രണ്ട് സർക്കിളും തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിന്റ് ഉണ്ടല്ലേ, ഈ പോയിന്റുകളും ഈ പിയും തമ്മിൽ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടാൻജന്റ് കിട്ടി. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട എത്ര ഉള്ളൂ, ഈ പിയിൽ നിന്ന് ഒരു സ്കെയിൽ വെക്കുന്നു, നേരെ എന്ത് ചെയ്യുന്നു, ഇതിലേക്ക് അങ്ങോട്ട് വരയ്ക്കുന്നു. ഓക്കെ, അതേപോലെ തന്നെ ഇവിടുന്ന് നേരെ ഈ പോയിന്റിലേക്കും ഒരു ടാൻജന്റ്. ഓക്കെ, സോ മക്കളെ നോക്ക്, കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ടാൻജന്റ്. നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞത് പിയിൽ നിന്ന് ഈ വൃത്തത്തിലേക്ക്, ഈ വൃത്തമുണ്ട്, ഇതാണ് നമ്മുടെ മെയിൻ വൃത്തം, ഇതിലേക്ക് വരയ്ക്കുന്ന രണ്ട് ടാൻജന്റ് വരയ്ക്കാനല്ലേ പറഞ്ഞത്. സിമ്പിൾ അല്ലേ. ഓക്കെ, ഇത്രയും വരച്ച് കഴിഞ്ഞാൽ മക്കളെ 4-5 മാർക്കാണ് നിങ്ങൾക്ക് പോക്കറ്റിലാകാൻ പോകുന്നത്. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് വരും. ഇതേപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് വൃത്തത്തിന് 3 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ, അതേപോലെ തന്നെ 7.5 7 സെന്റിമീറ്റർ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു അളവ് വ്യത്യാസം തന്നുകൊണ്ട് ഒരു ചോദ്യമൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും പഠിച്ചേക്കാം. സിമ്പിളാണ്. ആദ്യം നമ്മൾ സർക്കിൾ വരയ്ക്കുന്നു, സർക്കിൾ വരച്ചിട്ട് നേരെ എന്ത് ചെയ്യുന്നു, പി എന്ന ബിന്ദു അടയാളപ്പെടുത്തുന്നു തന്നിരിക്കുന്ന അളവിൽ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കോമ്പസ് ഉപയോഗിച്ചിട്ട് കണ്ടെത്തുന്നു. അതിനുശേഷം അതിൽ നിന്ന് ഒരു സർക്കിൾ വരയ്ക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ടും വരയ്ക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ടാൻജന്റിൻ്റെ തൊടുവരയുടെ അളവ് കണ്ടെത്താൻ പറയും സ്കെയിൽ ഉപയോഗിച്ചിട്ട്. അപ്പോൾ മക്കൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, സ്കെയിൽ എടുക്കുക. ഈ സർക്കിളിൻ്റെ ഈ പോയിന്റ് ഇല്ലടാ, ഈ പോയിന്റ് മുതൽ ഈ പി വരെ എത്ര ലെങ്ത് ഉണ്ടെന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഇതിലിപ്പോൾ കറക്റ്റ് എത്രയാണ് ലെങ്ത്, ഇതിൻ്റെ അളവ് ഞാൻ കറക്റ്റാക്കി വരച്ചല്ലാത്തതുകൊണ്ട് കറക്റ്റ് അളവ് കിട്ടില്ല. അത് എത്രയാണ് നോക്കുക, അത് മാർക്ക് ചെയ്യുക. പിന്നെ ഇത് നോക്കേണ്ട ആവശ്യമില്ല, രണ്ടും സെയിം ആയിരിക്കും അല്ലേ, ഇതിൻ്റെ അതേ അളവിൻ്റെ ആയിരിക്കും ഇതിനും ഉണ്ടാവുക. അപ്പോൾ അത് എഴുതി കഴിഞ്ഞാൽ മക്കളെ മാർക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനിപ്പോൾ ഒരു പേര് കൊടുക്കുക. അപ്പോൾ ഇതിന് നമ്മളിപ്പോൾ പേര് കൊടുക്കില്ലേ, OP എന്ന്, അതേമാതിരി ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് Q എന്നും ഇതിന് R എന്നും എന്തെങ്കിലുമൊക്കെ പേര് കൊടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുക. അപ്പോൾ പിയും ക്യൂവും തമ്മിലുള്ള ലെങ്ത് ഇത്രേ, ക്യൂവും ആറും തമ്മിലുള്ള വ്യത്യാസം, പിയും ആറും തമ്മിലുള്ള വ്യത്യാസം ലെങ്ത് ഇത്രേ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് സെറ്റാണ്. അപ്പോൾ എന്നാൽ പിന്നെ മക്കളെ വരയ്ക്കുക, പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.